നിങ്ങളുടെ വീട്ടില് ഇന്ത്യൻ HP അല്ലെങ്കിൽ ഭാരത് ഗ്യാസ് ആണോ ഉപയോഗിക്കുന്നത്? എങ്കിൽ സൂക്ഷിച്ചോ, ആ സപ്ലൈ ചിലപ്പോ പെട്ടെന്ന് നിൽക്കാൻ പോവാണ്. ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ സപ്ലൈ ശരിക്കും നിൽക്കുമോ? ഈ ചോദ്യം കേട്ടിട്ട് പേടിക്കേണ്ട. പക്ഷെ അടുത്ത കുറച്ചു മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇത് നേരെ ബാധിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുക്കളയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ പ്രശ്നത്തിനു പിന്നിൽ? സംഭവം ഒരു പുതിയ സെൻട്രൽ ഗവൺമെന്റ് ഓർഡറാണ്. വെറും 90 ദിവസത്തെ ഒരു മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏരിയയില് പൈപ്പ് വഴി വരുന്ന ഗ്യാസ്, അതായത് PNG പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കിട്ടുമെങ്കിൽ ഈ പുതിയ നിയമം നിങ്ങൾക്കും ബാധകമാകും. കേരളത്തില് സിറ്റി ഗ്യാസ് പ്രോജക്റ്റ് ഉള്ള സ്ഥലങ്ങളിലെ അവിടെ താമസിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഈ നമ്പർ കണ്ടോ? 90 ദിവസം. പുതിയ കണക്ഷനിലേക്ക് മാറാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം വെറും 90 ദിവസമാണ്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഡ്ലൈൻ ആണ് കേട്ടോ. ഇനിയാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം. ഈ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ PNG കണക്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് LPG സിലിണ്ടർ വരില്ല. സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. ഇത് തന്നെയാണ് നമ്മളെ പേടിപ്പിക്കുന്ന പ്രധാന പ്രശ്നവും. അപ്പോ ഈ പുതിയ നിയമം കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിപ്പോ തന്നെ ഗ്യാസ് സിലിണ്ടറിന് ഭയങ്കര ഷോർട്ടേജ് നേരിടുന്നുണ്ട്, അല്ലേ? ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് വീട്ടിലെത്താൻ പടുന്ന പാട് നമുക്കറിയാം. അതിന്റെ അടിയിലേക്കാണ് ഈ പുതിയ റൂള് കൂടി വരുന്നത്. ഇതൊന്ന് നോക്കിക്കേ, ഇപ്പോഴത്തെ ബുക്കിംഗ് നിയമങ്ങൾ എത്ര ബുദ്ധിമുട്ടാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ടൗണുകളിലാണെങ്കിൽ ഒരു സിലിണ്ടറിന് 25 ദിവസം വരെ കാത്തിരിക്കണം. ഇനി ഗ്രാമങ്ങളിലാണെങ്കിലോ അത് 45 ദിവസം വരെ ആകാം. കണ്ടില്ലേ, ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് എല്ലാവരെയും PNGയിലേക്ക് മാറാൻ നിർബന്ധിക്കുന്നത്. അപ്പോ ഒരു സംശയം വരാം. ഗ്യാസ് സിലിണ്ടർ നിർത്തിയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? എങ്ങനെ പാചകം ചെയ്യും? പേടിക്കണ്ട, സർക്കാരിന്റെ കയ്യിൽ ഇതിനൊരു പകരമുള്ള പ്ലാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ ഇതാണ്: ഇൻഡക്ഷൻ സ്റ്റൗ. അതായത് ഗ്യാസിനെ ആശ്രയിക്കുന്നത് കുറച്ചിട്ട് എല്ലാ വീടുകളിലും ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് എത്തിക്കുക. അതാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേൾക്കുമ്പോൾ തന്നെ ഇതൊരു അടിപൊളി പ്ലാൻ ആണെന്ന് തോന്നുന്നില്ലേ? പലിശയൊന്നുമില്ലാതെ ലോൺ കിട്ടും, ചെറിയ തവണകളായിട്ട് പൈസ അടിച്ചാൽ മതി. എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡുമായി ചേർന്നാണ് ഇത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പത്തന്നെ ഇൻഡക്ഷൻ സ്റ്റൗവിന് ഭയങ്കര ഡിമാൻഡാണ്. പല നല്ല ബ്രാൻഡുകളും ഓൾറെഡി സ്റ്റോക്ക് തീർന്നു. പക്ഷേ ഒരു മിനിറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങാൻ ഓടുന്നതിനു മുൻപ് ഒന്ന് നിൽക്കണം. നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ഉണ്ട്. അപ്പോ നമ്മുടെ എല്ലാ മനസ്സിലുള്ള ചോദ്യം ഇതാണ്: ഇത്രയും നല്ല ഓഫറൊക്കെയുള്ള ഈ ഇൻഡക്ഷൻ സ്റ്റൗ സ്കീമിന് നമുക്ക് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഉത്തരം ഒറ്റ വാക്കില് ഇല്ല. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഇൻഡക്ഷൻ സ്റ്റൗ സ്കീം ഇപ്പോഴും ഒരു പ്രപ്പോസൽ സ്റ്റേജിലാണ്. അതായത് അതിന്റെ പ്ലാനിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ, വിതരണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് PNG കണക്ഷന്റെ കാര്യമാണ്, ഇൻഡക്ഷൻ സ്റ്റൗവിന്റെ അല്ല. അത് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ. സ്റ്റെപ്പ് 1: നിങ്ങളുടെ ഏരിയയിൽ സിറ്റി ഗ്യാസ് പോലെയുള്ള PNG കണക്ഷൻ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 2: കിട്ടുമെന്ന് ഉറപ്പായാൽ ആ 90 ദിവസത്തെ ഡെഡ്ലൈനുള്ളിൽ തന്നെ കണക്ഷന് അപേക്ഷ കൊടുക്കുക. ഇനി സ്റ്റെപ്പ് 3: ഇൻഡക്ഷൻ സ്റ്റൗ സ്കീമിനെ പറ്റിയുള്ള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായി കാത്തിരിക്കുക. ഒരു കാര്യം ഓർക്കണം, ഇതെപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾ വരാവുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഈ ഇൻഡക്ഷൻ സ്റ്റൗ സ്കീം എപ്പോഴാണ് വരുന്നതെന്ന് ആദ്യമേ അറിയണോ? എങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. പിന്നെ ഈ പ്രധാനപ്പെട്ട വിവരം നിങ്ങളെപ്പോലെ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലേ? അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സഹായിക്കുക.